ഒരു കാരണവശാലും ഗംഗ ശ്രേയയുടെ ജീവിതത്തിന് ഒരു ഭീഷണി ഇവിടെ ഉണ്ടാവില്ല. ഉടനെ തന്നെ ഗംഗയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. പിന്നെ ഈ നാടോ നിങ്ങളോ ആരും അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മതി, അത് മതി. എന്റെ മാളുവിന്റെ എല്ലാമാണ് ഗംഗ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാ ഗംഗ. ആ ഗംഗയെ നീ ഉപദ്രവിക്കുവല്ലേ? ഇന്ന് നിന്റെ അവസാനമാണടാ. അല്ല, നകുലിന്റെ മുറിയിൽ എന്താ ഒരു സൗണ്ട്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഗൗരി, ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഗൗരി നകുലിനെ കൊല്ലും. ഞാനാ ശ്രേയ. അതല്ല, ആരെന്നെ കൊല്ലാൻ നോക്കിയേ? ഗൗരിയുടെ കാര്യം ഇവനോട് പറഞ്ഞ ഇവൻ പേടിച്ചിവിടുന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറയണ്ട. ശ്രേയ, എന്താ ഇവിടെ സംഭവിച്ചത്? ആരെന്നെ കൊല്ലാൻ നോക്കിയേ? എനിക്കറിയില്ല. ഇവിടെ ആരെയും കണ്ടില്ലല്ലോ. നകുല് ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും. അല്ല ശ്രേയേ, എന്നെ ആരെ കൊല്ലാൻ നോക്കി? കുറച്ചു സമയം കൂടെ കഴിഞ്ഞെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. അത് സ്വപ്നമല്ലായിരുന്നു, അതെനിക്ക് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും കാണണ്ടേ? ഞാൻ ദേ ഇങ്ങോട്ട് വന്നപ്പോ നകുൽ ഇവിടെ കണ്ണും മേടിച്ചു കിടന്ന് പിടയ്ക്കുന്നു.
വെറുതെ ഉറക്കം കളയാതെ പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. മോന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. ഇന്നലത്തെ പ്രശ്നം കൊണ്ടാണോ? ആവും. ഉറക്കം അത്രയ്ക്കും നന്നായിട്ടില്ല. രാത്രിയിൽ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടു. നന്നായി പ്രാർത്ഥിച്ചിട്ട് കിടന്ന ദുസ്വപ്നം കാണില്ല. പ്രാർത്ഥനയൊന്നും മുടങ്ങാറില്ല. പക്ഷേ എന്തോ ചിലപ്പോ വീട് മാറിക്കിടന്നതിൻ്റെതാവും. അത്തരം കുഴപ്പങ്ങളൊന്നും എനിക്കില്ലാത്തതാണ്. കാരണം ഞാൻ ഓരോ ദിവസവും ഓരോ സ്ഥലത്തല്ലേ താമസിക്കാറുള്ളത്. അത് ശരിയാണല്ലോ. അല്ല, ഞാൻ മുത്തശ്ശിയോട് മറ്റൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. എന്താ മോനെ? ഇന്നലത്തെ സംഭവമെല്ലാം ഗംഗയെ മാനസികമായും ശാരീരികമായും തളർത്തിയിട്ടുണ്ട്. ഗംഗയെ ഒന്ന് പുറത്തു കൊണ്ടുപോയി ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു നേരം നടന്നിട്ടൊക്കെ വന്ന ഗംഗയുടെ ഇപ്പോഴത്തെ മൂടൊക്കെ ഒന്ന് മാറാൻ അത് സഹായിച്ചേനെ. പക്ഷേ അതെല്ലാം മുത്തശ്ശി അനുവദിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ. പിന്നെ പലപ്പോഴും ഗംഗയ്ക്ക് എന്നോട് എന്തോ അകൽച്ചയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അത് ശരിയാവുമല്ലോ. ഗംഗയ്ക്ക് നകുൽമോനോട് അകൽച്ചയൊന്നുമില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാ. പിന്നെ അവൾക്ക് പുറത്തുള്ള, അതായത് പരിചയമില്ലാത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല. അതിൻ്റെതാവും മോൻ അങ്ങനെ തോന്നിയത്. നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത് ഇടപഴകാനും സംസാരിക്കാനും ഒന്നും സാധിച്ചിട്ടില്ലല്ലോ. അതെ, അതൊക്കെ കാരണോ ഗംഗയൊന്ന് പുറത്തു കൊണ്ടുപോയാലോ എന്ന് ഞാൻ ചിന്തിച്ചത്. ഞങ്ങൾക്കിടയിൽ ഇനിയും ഉരുകാത്ത മഞ്ഞുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കാം. അതൊരു നല്ല കാര്യമാ മോനെ. മോൻ ഗംഗയും കൂട്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നോളൂ. എനിക്കതിൽ ഒരു എതിർപ്പും ഇല്ല. ഇനിയുള്ള കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നിങ്ങള്? വിവാഹ നിശ്ചയവും കഴിഞ്ഞതാ. ഇനി ഞാനെന്തിനാ എതിർക്കുന്നത്? പോയിട്ട് വാ. മുത്തശ്ശി അനുവാദം തന്നാൽ മാത്രം പോരാ. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? മുത്തശ്ശി തന്നെ ഇക്കാര്യം ഗംഗയോട് പറയണം. ഞാൻ പറഞ്ഞ ഒരിക്കലും ഗംഗ വരില്ല, അതെനിക്ക് ഉറപ്പാ. മുത്തശ്ശി അത്രയ്ക്ക് അടക്കത്തോടും ഒതുക്കത്തോടും അല്ലേ ഗംഗയെ വളർത്തിയിരിക്കുന്നത്. അതിന്റെ അടക്കവും ഒതുക്കവും ഗംഗയ്ക്ക് വേണ്ടോളും ഉണ്ട്. അതുകൊണ്ട് മുത്തശ്ശി തന്നെ ഇക്കാര്യം ഗംഗയോട് പറയണം. പിന്നെന്താ മോനെ, ഞാൻ പറയാം. ഇവിടെ എവിടെയും കൂടി വേഗം വരക്കേ. നോക്കിയേ, ഇതെങ്ങനെയുണ്ട് ഗംഗേ? ഹായ്, സൂപ്പർ. എന്റെ മാളക്കുട്ടി മിടുക്കിയല്ലേ? എന്നാ ഞാൻ വേറെ ഒരെണ്ണത്തിന് കളർ കൊടുക്കാം. ഗംഗേ, എന്താ മുത്തശ്ശി? നകുല് നിന്നെയും കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് വരാന്ന് പറയുന്നു. അത് കേട്ടപ്പോ ഒരു നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി. മോള് റെഡിയായി നകുലിന്റെ കൂടെ പോയിട്ട് വാ. ഇല്ല, ഞാൻ പോവില്ല മുത്തശ്ശി.
എനിക്ക് എവിടെയും പോണ്ട. ഞാനിവിടെ ഇരുന്നോളാം. അതെ, ഗംഗ പോണ്ട. ഗംഗ ഇയാളുടെ കൂടെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗംഗ നകുലിന്റെ കൂടെ പോകുന്നതിന് എന്താ കുഴപ്പം? ഇവര് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ? ഇവരുടെ നിശ്ചയവും മോതിരമാറ്റവും എല്ലാം കഴിഞ്ഞതല്ലേ? ഇനി ഒരുമിച്ച് പുറത്തു പോകുന്നതിൽ ഒരു തെറ്റുമില്ല. വേണ്ട, എന്തായാലും ഗംഗ അയാളുടെ കൂടെ പോണ്ട. മാളു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കാൻ നിൽക്കരുത്. ഗംഗയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഗംഗെ, നീ വേഗം റെഡിയാക്ക്. നകുലിന്റെ കൂടെ പോയിട്ട് വാ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഗംഗ റെഡിയായിട്ട് വന്നാൽ മതി. ഗംഗെ, നിന്നെ നകുൽമോൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എപ്പോഴും നിന്റെ മനസ്സിന്റെ സന്തോഷത്തെക്കുറിച്ചാ നകുൽ ചിന്തിക്കുന്നത്. കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കാനുള്ളതല്ല നിന്റെ ജീവിതം. അതിന് ഞാൻ സമ്മതിച്ചു തരികയില്ല. നകുലിനോട് നിനക്ക് എന്തോ അകൽച്ചയുണ്ടെന്നുള്ള തോന്നൽ അവന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം നിന്റെ ഈ പെരുമാറ്റം തന്നെയാ. അതിനി ഉണ്ടാവരുത്. എല്ലാത്തിന്റെയും കാര്യവും കാരണങ്ങളും എല്ലാം പല പ്രാവശ്യം നിനക്ക് ഞാൻ വിശദീകരിച്ച് തന്നിട്ടുള്ളതാ. അതുകൊണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ല. സമയം കളയാതെ വേഗം റെഡിയായി നകുലിലൂടെ പോകാൻ നോക്ക്. എന്താ മാളു, എന്തു പറ്റി? അയാള് ഗംഗയെ പുറത്തേക്ക് കൊണ്ടുപോവാ. ആര്? നകുലോ? അതെ. എന്തിന്? വെറുതെ കൊണ്ടുപോവാന്നാ പറഞ്ഞേ. ഗംഗയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ മുത്തശ്ശൻ നിർബന്ധിച്ച് പറഞ്ഞു വിടുവാ. ഗംഗ അവന്റെ കൂടെ പോണ്ടെന്ന് പറയച്ചാ അവരെ പോയി തടയേ. അവരെ വിടണ്ട. ഗംഗയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മുത്തശ്ശിക്കല്ലേ അധികാരമുള്ളൂ. നമ്മൾ പറഞ്ഞാൽ മുത്തശ്ശി കേൾക്കില്ല. മുത്തശ്ശി ഗംഗയോട് പോകാൻ പറഞ്ഞാൽ ഗംഗയ്ക്ക് പോവാതിരിക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ? എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഗംഗ പോവരുത്. എന്തെങ്കിലും ചെയ്യച്ചാ. മോള് വാ. പാവം എന്റെ മോള്. അവളുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നകുൽ ഗംഗയും കൊണ്ട് പോകുന്നത് എങ്ങനെയെങ്കിലും തടയണം. എന്റെ മോളുടെ സങ്കടം മാറണം. എന്റെ ശ്രീ മഹേശ്വര, എന്നെ എന്തിനെങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ ജീവിതം എനിക്ക് തിരിച്ചു തന്ന് മഹേട്ടനെ ഞാൻ സ്നേഹിക്കുന്നത് തെറ്റാണോ? എന്റെ മോഹങ്ങൾ എന്നും ഞാൻ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടേ ഉള്ളൂ. മഹേട്ടനോടുള്ള എന്റെ അടുപ്പം എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും എനിക്കുണ്ടായിരുന്നില്ലല്ലോ. അതിനൊരു ഉത്തരം തരാൻ ഞാൻ പ്രാർത്ഥിച്ചപ്പോ എല്ലാം മഹേട്ടൻ എന്റെ ഭർത്താവായി വരുന്ന സ്വപ്നങ്ങളും സൂചനകളും അല്ലേ ശ്രീ മഹേശ്വര നീ എനിക്ക് തന്നത്? അപ്പോഴല്ലേ അങ്ങനൊരു മോഹം എന്റെ മനസ്സിൽ ഉറച്ചു പോയത്. എന്നിട്ടിപ്പോ എവിടെ നിന്നോ വന്ന ഒരാളെ കല്യാണം കഴിക്കേണ്ടി വരുന്നത് എന്ത് വിധിയാ? എന്റെ മനസ്സ് നിറയെ മഹേട്ടന. മഹേട്ടനെ മനസ്സിൽ വെച്ച് ഞാൻ എങ്ങനെ മറ്റൊരാൾക്ക് താലി കെട്ടാൻ നിന്നു കൊടുക്കും? എന്റെ നിവർത്തികേട് കൊണ്ട് ഞാൻ മുത്തശ്ശിക്കൊരു വാക്ക് കൊടുത്തുപോയി. അതുകൊണ്ട് എനിക്കൊരിക്കലും മുത്തശ്ശിയുടെ വാക്കുകൾ ധിക്കരിക്കാൻ പറ്റില്ല.
പക്ഷെ എനിക്കൊരിക്കലും നകുലിനെ സ്നേഹിക്കാനും പറ്റില്ല. സ്നേഹിക്കാത്ത ഒരാൾക്കൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും? ഭാര്യയായി വരുന്ന ഒരാളെ കുറിച്ച് അയാൾക്കും സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ അയാളുടെ ഭാര്യയായാൽ എനിക്ക് അയാളെ സ്നേഹിക്കാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ അയാളും തകർന്നു പോവില്ലേ? എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ ഭഗവാനെ. ഇതെല്ലാം എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാ. എല്ലാം അറിയാവുന്ന ഭഗവാനല്ലേ ശ്രീ മഹേശ്വര നീ. ഇതിനെല്ലാം ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരില്ലേ? മോളെ ഗംഗേ, നീ ഇതുവരെ റെഡിയായില്ലേ? നീ കരയാണോ മോളെ? മുത്തശ്ശി, എന്താ കുട്ടി ഇത്? നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്? നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളെയാ നിനക്ക് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അങ്ങനൊരു ഭാഗ്യം എന്റെ മോൾക്ക് കിട്ടിയതിന് ശ്രീ മഹേശ്വരനോട് നന്ദി പറയാ വേണ്ടത്. എനിക്ക് പറ്റുന്നില്ല മുത്തശ്ശി. എന്റെ മനസ്സ് ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. നിനക്ക് പറ്റും മോളെ. നമ്മൾ ഇപ്പൊ ചെയ്യുന്നതാണ് ശരി. ബാക്കിയെല്ലാം നിന്റെ സ്വപ്നം മാത്രമാ. ഒരിക്കലും നടക്കാത്ത സ്വപ്നം, ആരും അംഗീകരിക്കാത്ത സ്വപ്നം. അത്തരം സ്വപ്നങ്ങൾക്ക് പിന്നാലെ എന്റെ മോളുടെ മനസ്സ് പോകരുത്. എന്റെ മോൾക്ക് ഏറ്റവും നല്ലതെന്ന് മുത്തശ്ശിക്ക് ബോധ്യമുള്ളതാ മുത്തശ്ശി നിനക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. അതേ ശാശ്വതമാകൂ. നകുൽ മോൾക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുക. മോള് വേഗം റെഡിയായിട്ട് വാ. ഈ യാത്ര ഞാൻ സമ്മതിക്കില്ല. പോം. എന്തു പറ്റി? എന്തു പറ്റി? പോകുന്നില്ലേ? ഇല്ല, ചെറിയൊരു പ്രശ്നം. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നന്നായി. മഹി, ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ? ഞാനും ഗംഗയും ആദ്യമായി ഒന്നിച്ച് പോകാൻ ഇറങ്ങിയതാ. ഇനിയത് വേണ്ടെന്ന് വെച്ചാൽ സങ്കടാവും. ഞങ്ങളെ ടൗണിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ? മഹി പോകുന്ന വഴിക്ക് ഞങ്ങളെ വിട്ടാൽ മതി. ശരി. മോളെ, അച്ഛൻ പോയിട്ട് വരാം.
അതെന്താ മോളു ഞാനിവിടെ ഇരുന്ന എനിക്കത് ഇഷ്ടമല്ല. ശരി, മാളുവിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഗംഗ വന്ന് ഫ്രണ്ടിൽ കയറിക്കോ. കേറിക്കോ ഗംഗ. ഗംഗേ